കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്ന് രാവിലത്തെ ആദർശിന്റെ നയനയുടെ പ്രൊമോ വിശേഷവും മറ്റുള്ള വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ ആയി പോയതുണ്ട് കേട്ടോ. അപ്പൊ നാളെ മുതൽ എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണുന്നേ അനാമികനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുക്കമെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി വന്നിട്ട് പറഞ്ഞു, അല്ല മോളെ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം. അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? അല്ല, ആ ഉപേന്ദ്രന്റെ ആൾക്കാരെങ്ങനെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? അമ്മ ധൈര്യമായിട്ടിരിക്കുക, ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് പറയാ. എന്നാലും മോളെ, ഒരെന്നാലും ഇല്ലെന്ന് പറയണേ. അമ്മ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അനന്തപുരിക്കാർ ആരാന്നോർത്തോണ്ടിരിക്കുന്നത്? അനന്തപുരിക്കാരുടെ അവിടുത്തെ കൊച്ചുമന്റെ വിവാഹം നടക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആ ഉപേന്ദ്രന് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അയാളെ പരിസരത്ത് പോലും എടുക്കില്ല. അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിക്കാര് വെറുതെ ഇരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല അമ്മ. അതുകൊണ്ട് ആ പേടി വേണ്ട കേട്ടോ. ആ പേടി അങ്ങോട്ട് മനസ്സിൽ നിന്ന് മാറ്റിയാലേ. എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ശരി, എന്നാ മോളെ ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ എന്റെ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഈ സ്വർണ്ണം കൂടെ ഇട്ട് കഴിഞ്ഞപ്പത്തിന് എന്ത് ഭംഗിയാണെന്നറിയാം. പിന്നെ അത് മാത്രല്ല, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. കല്യാണം കഴിയുന്നോട് കൂടിയിട്ട് സ്വർണം കുറെ കൊണ്ടുത്തരണം, എങ്കിൽ മാത്രം ഉപേന്ദ്രനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അതുവരെ അച്ഛന്റെ എന്റെയൊക്കെ നെഞ്ച് തീയാന്ന് പറയാം. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാം. ഞാൻ ആദ്യം ആ അനന്തപുരി വീട്ടിലേക്ക് ഒന്ന് ചെന്ന് കയറിക്കോട്ടെ എന്ന് പറയാം. പിന്നീട് അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കാർക്കും എല്ലാം അനാമിക ദക്ഷിണ കൊടുക്കുവാണ്. അങ്ങനെ ദക്ഷിണ കൊടുത്തിട്ട് അവരിറങ്ങുവാണ്. ഈ സമയത്ത് അനന്തപുരിന്ന് എല്ലാരും കൂടെ വിവാഹത്തിനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞപ്പോ അവസാനം കനകയും നയനയും നന്ദു അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് നന്ദുവിന്റെ മുഖം കണ്ടപ്പോ കനയ്ക്ക് സഹിച്ചില്ല. നന്ദുവിന്റെ കൈ പോയി പിടിച്ചിട്ട് പറഞ്ഞു, എന്തിനാ നന്ദുട്ടാ നീ ടെൻഷൻ അടിക്കണേ? നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ, നീ വിഷമിക്കണ്ട. നിനക്ക് ഇതിനേക്കാളും നല്ലൊരു പയ്യനെ ഈ അമ്മ കൊണ്ടുതരും. നീ അതോർത്ത് വിഷമിക്കണ്ട കേട്ടാന്ന് പറയണം. അപ്പൊ നയന പറഞ്ഞു, അവൾക്ക് വിഷമമൊന്നുമില്ല, ഇനി അമ്മയായിട്ട് പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്തായിരുന്നാ മതി എന്ന് പറയാം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേന്ന് പറയണം. എന്നാ ബാ, നീ എന്താ നന്ദുട്ട ഇങ്ങനെ മടിച്ചു നിൽക്കുന്നേ? എല്ലാവർക്കും സംശയം തോന്നൂട്ടോ. നീ സന്തോഷമുള്ള മുഖത്തോടെ വീഴും അവിടെ പന്തലിലേക്ക് വരാനായിട്ട്. ഈ പറയുന്ന എനിക്കാണെങ്കിലും മനസ്സിൽ വിഷമമുണ്ട്. അവനിത് പുറത്ത് കാണിക്കാൻ നിൽക്കുക. പക്ഷെ അവന്റെ മുഖത്തെ ആ ഒരു വാട്ടർ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അവന്റെ ഉള്ളിൽ എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് നീയും കൂടെ ഇങ്ങനെ കാണിച്ച് അവന്റെ മനസ്സിനെ വെറുതെ വേദനിപ്പിക്കില്ലെന്ന് പറയാം. ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ കാരണം അവന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്ന് പറയാം. എന്നാ ശരി, വരാൻ പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പം അനാമികയുടെ വീട്ടുകാരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അനാമികയുടെ വീട്ടുകാർ വന്നിട്ട് അനിയുടെ കാല് കഴി അകത്തേക്ക് അങ്ങോട്ട് സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച് എല്ലാവരും കൂടെ അങ്ങോട്ട് കയറിപ്പോയി കഴിയുമ്പോൾ നന്ദു മാത്രമോ ഒറ്റയ്ക്കായി. നന്ദുവിനാണെങ്കിൽ അകത്തേക്ക് പോണോ പുറത്തേക്ക് പോണോ എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ. അകത്തേക്കും പോകാൻ പറ്റില്ല, പുറത്തേക്കും പോകാൻ പറ്റില്ല. കാരണം അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന കാണാൻ പറ്റും. പക്ഷെ അത് കാണണ്ട, ആ കാഴ്ച കണ്ട് അത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ശക്തിയൊന്നും തനിക്കില്ല. ഈ സമയം നയനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നന്ദു നീ അവിടെ നിൽക്കണേ? ഇങ്ങോട്ട് വരാൻ പറയാണ്. പിന്നെ നന്ദു അങ്ങോട്ട് ചെല്ലുവാണ്. നീ ഇങ്ങനെ മാറി നിൽക്കില്ലേ, എന്നോടൊപ്പം നിൽക്കാൻ പറയണ. അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ മാറി നിന്നോളാം നയനേച്ചി, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല എന്ന് പറയാം. ഇത് കേട്ട നയന പറഞ്ഞു, എനിക്കറിയാം നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. ഈ സമയം ജാനകി നോക്കി നന്ദു എവിടെയാന്ന്. ജാനകി ഈ പറഞ്ഞാലും ജാനകിയുടെ ചങ്കിനകത്തൊരു തീയ. ഇനി ഇവിടെ എന്തേലും ഒരു പ്രശ്നം ഉണ്ടാക്കുവോ എന്നൊരു ടെൻഷനുണ്ട്. പക്ഷെങ്കിൽ ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തേലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു ബുദ്ധിമുട്ടുമുണ്ട്. പിന്നീട് നന്ദു അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഈ സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. കനക വന്നിട്ട് നയനെ കൂടെ വിളിച്ചു മാറ്റിക്കൊണ്ട് വേണം. എന്താ കാര്യം? അല്ല മോളെ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. എന്താ? അല്ല, അവരുടെ ഭാഗത്തുനിന്ന് അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലോ. അല്ലമ്മ, അത് പിന്നെ അവർക്ക് അധികം ആൾക്കാരൊന്നും വിളിക്കാനില്ലായിരിക്കും. എന്തോ എനിക്ക് ആ പെണ്ണിന്റെ മുഖം കണ്ട്, അനാമികയുടെ മുഖം കണ്ട് അത്ര പന്തിയായിട്ട് തോന്നില്ല എന്ന് പറയാം. എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ തോന്നണമെന്ന് പറയാം. അനാമികയുടെ മാത്രമല്ല, അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മുഖത്ത് സാധാരണഗതി കല്യാണം നടക്കുന്ന സമയത്ത് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണ്ടേ. പക്ഷെ അതിൻ്റെതായ ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട പെട്ടെന്ന് തന്നെ നയന പറഞ്ഞു, ശരിയാമേ, എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെ ഒരു പന്തികളുള്ള പോലെ. ഒരു പക്ഷേങ്കിൽ അന്ന് ആ തട്ടിക്കൊണ്ട് പോയ ആൾക്കാര് ഇവിടെ വീണ്ടും വരുമോ? ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും സംശയമുണ്ട്. കാരണം അന്ന് വെറുതെ ഒരു തട്ടിക്കൊണ്ടുപോയ നാടകമാണെന്ന് തോന്നില്ല, ആള് മാറി തട്ടിക്കൊണ്ടു പോയതാന്ന് തോന്നില്ല. പക്ഷെ അതല്ലാതെ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും കനകോട്, ശരിയാ മോളെ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാരും വിചാരിക്കുന്നത് എന്താ, നമുക്ക് അസൂയ കൊണ്ട് പറയുന്നതായിരിക്കുന്നു. അതായിരിക്കില്ലേ മോളെ, അതൊന്നും നമ്മളൊന്നും മിണ്ടാൻ പോകണമെന്ന് പറയാം. നായന പറഞ്ഞു, അത് ശരിയാമേ, ഒന്നും മിണ്ടാൻ പോകണ്ട. ഇനിയിപ്പം അനിയുടെ ജീവിതത്തിൽ ദൈവം വിരിച്ചിരിക്കുന്ന അങ്ങനെ ഒരു വിധിയാണെങ്കിൽ അത് അവന് അനുഭവിക്കാതെ പറ്റില്ല എന്ന് പറയാം. കനക പറഞ്ഞ ശരിയാ,
നന്ദൂട്ടൻ പാവം, നന്ദൂട്ടന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമുള്ളെന്ന് പറയാം. ദേ അമ്മ വെറുതെ എന്നെയും കൂടെ സങ്കടപ്പെടുത്തല്ലേ, നല്ലൊരു മംഗളകർമ്മം നടക്കുന്ന സമയമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം അനിക്കാണ് വല്ലാത്ത ടെൻഷൻ. അനിയാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ആ മുറിയിലേക്ക്, റെസ്റ്റ് എടുക്കുന്ന മുറിയിലേക്ക് അവിടെ പോയി നിൽക്കുവാണ്. അനിയുടെ മുഖത്തൊരു പരിഭ്രമോ ടെൻഷനോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ വിവാഹമാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് പോലും അനിയുടെ മനസ്സിലുള്ള ചിന്തയുണ്ട്. ഇപ്പോൾ തന്നെ അനിയും അനാമികയും താനും കൂടെ തമ്മിലുള്ള വിവാഹം നടക്കും. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ട് വന്നു. ആദർശ് വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതേ ആൾക്കാരൊക്കെ നിന്നെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്, നീ എന്നെ അവരെയൊന്നും മൈൻഡ് ചെയ്യാത്തെന്ന് ചോദിക്കാം. എന്റെ ആദർശേട്ടാ, എനിക്ക് ആരെയും കാണുന്നതിന് സംസാരിക്കാനും തോന്നില്ലെന്ന് പറയാം. എടാ നീ ഇങ്ങനൊന്നും പറയല്ലേ, ദേ മനുഷ്യനെ വെറുതെ ടെൻഷൻ ആക്കലെന്ന് പറയാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആദർശേട്ടൻ പറ. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം നീ അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് കാര്യമില്ല. ഇനിയിപ്പം നടക്കാൻ പോകുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. അറിയാലോ, നീ ഒരു കാര്യം വിചാരിക്കണം, ഇനിയിപ്പം നന്ദുവിനെ നിനക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. നന്ദു ഒഴിഞ്ഞു മാറുന്ന വേറൊന്നും കൊണ്ടല്ല, ഒരു പക്ഷെ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല. നന്ദുവിന്റെ ചേച്ചിമാർ രണ്ടുപേരും ഇവിടെയുണ്ട്. അപ്പോൾ ഒരാളും കൂടി ഈ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാരെന്ത് പറയും, അവരുടെ അവസ്ഥ എന്തായി തീരും, അതൊക്കെ ഓർത്തിട്ടാ. അല്ലെങ്കിൽ തന്നെ നിനക്കറിയാലോ, രണ്ട് പെൺമക്കൾ ഈ വീട്ടിലേക്ക് വന്നിട്ടും എന്തേ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇതുവരെയായിട്ട് സ്വസ്ഥത സമാധാനം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ട്? അത് തന്നെ നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടുമല്ലോ. ഇനിയിപ്പം മൂന്നാമതൊരാള് മരുമോളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതൊക്കെ എനിക്കറിയാം ആദർശേട്ടാ, പക്ഷെ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് പ്രണയിക്കുന്ന അവളെ, എനിക്ക് അവൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇന്ന് തന്നെയുള്ള ഇറങ്ങണ സമയത്ത് ആ നന്ദുവിന് മൊത്തം വിഷമം. ഞാൻ മയക്കൊടുത്ത് സാരി ഉടുത്തോണ്ട് അവൾ വരുന്നേ, ആദ്യമായിട്ടാണ് ഞാൻ അവളെ സാരി ഉടുത്ത് കാണുന്നേ. എന്ത് സുന്ദരിയാ, എന്ത് ഭംഗിയാ, ഈ അനാമികനേക്കാളും എന്ത് ഐശ്വര്യം അവളുടെ മുഖത്തുള്ളേ. എനിക്ക് അവളെ അങ്ങോട്ട് മറക്കാൻ കഴിയുന്നില്ല. അനാമയുടെ കഴുത്തിൽ താലി ആർത്തിയാലും എൻ്റെ മനസ്സിൽ നന്ദു മാത്രമുള്ളെന്ന് പറയാ. ഇത് കേട്ടോ ആദർശം ഒന്ന് ഞെട്ടി. നീ എന്താടാ പറയണെന്ന് ചോദിക്കാം. ആദർശാണ് ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ മനസ്സിൽ നിന്ന് അവൾ പോകുന്ന എനിക്ക് തോന്നില്ല ആദർശേട്ടാ. അങ്ങനെ വരണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന് പറയാം. പെട്ടെന്ന് ആദർശം പറഞ്ഞു, നീ വേണ്ടാത്ത വർത്താനൊന്നും പറയല്ലേ, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ല. ദേ മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ല. മുത്തച്ഛൻ്റെ കാര്യം അറിയാലോ, എനിക്കെല്ലാം അറിയാം ആദർശേട്ടാ. പക്ഷെ എൻ്റെ ജീവിതം ഇന്നത്തോടുകൂടി തീരുവ. കാരണം ഞാൻ ഇനിയിപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഒരു മരവിച്ച ശരീരം പോലെയായിട്ട് ജീവിക്കോളെന്ന് എനിക്ക് തോന്നേ. പെട്ടെന്ന് ആദർശം പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലടാ, ഒരു പക്ഷെ കല്യാണം കഴിയുന്നതോടെ എല്ലാം ശരിയാവും. അനാമിക നല്ല പെൺകുട്ടിയാണെങ്കിൽ അവൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും, നല്ല സന്തോഷമായിട്ട്. എൻ്റെ നയനയുടെ കാര്യം തന്നെ നിന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയാ സംഭവിച്ചിരുന്നേ. ഒട്ടും ഇഷ്ടമില്ലാതെ വന്നതല്ലേ, പക്ഷെ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്. ഇത് കേട്ടതും അനി പറഞ്ഞു, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എങ്കിൽ അത് എത്രമാത്രം ആദർശമായിട്ട് ചങ്കിത്തൊട്ട് പറയാൻ പറ്റുമെന്ന് ചോദിക്കാം. പെട്ടെന്ന് ആദർശൊന്നും മിണ്ടിയില്ല. ആദർശനറിയാം കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കുന്നത്. ഇപ്പോഴാണെങ്കിലും പൂർണ്ണമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ല. അത് അനിക്കാണേലും അവിടെയുള്ള പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സമയം അനി പറഞ്ഞ, ആദർശാണ് അങ്ങനെയായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം ഞാനൊരു പെണ്ണിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആദർശന്റെ മനസ്സിൽ വേറൊരു പെണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് പോലും നയനേച്ചിനെ അംഗീകരിക്കാനായിട്ട് ആദർശന് പറ്റിയില്ല. അപ്പൊ എൻ്റെ അവസ്ഥയോ, എൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കാൻ പറയാം. പെട്ടെന്നാണ് അങ്ങോട്ട് ജാനകി വരുന്നുണ്ട്. ഈ സമയം ആദർശ് പറഞ്ഞു, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട, ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് വേണം ഇളയമ്മയ്ക്ക് ഇനിയിപ്പോൾ എന്തേലും വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. നീ ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എന്തിനു വേദം ഞാൻ ഒപ്പം ഉണ്ടാ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ആദർശയുടെ നിന്നോടൊപ്പം ഒന്നും ഉണ്ടാവും പറയാ, നീ അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. അപ്പം ജാനകി അങ്ങോട്ട് വന്നിട്ട്, എന്താ രണ്ടുപേരും കൂടെ സംസാരം ചോദിക്കേ? ഒന്നുമില്ല ഇളയമ്മേ, അതെ അവിടെ എല്ലാവരും അനി നിന്നെ അന്വേഷിക്കുന്നുണ്ട്, നീ ഇങ്ങനെ മാറി നിൽക്കണോ, അങ്ങോട്ട് വരാൻ പറയാണ്. ഞാൻ ഇപ്പം വന്നേക്കാം, അമ്മ അങ്ങോട്ട് പോയിക്കോളാൻ പറയാ. എന്താടാ, എന്താ കാര്യം ഇരിക്കുന്നത്, നീ എന്താ മാറി നിൽക്കുന്നേ, എന്തിനും കള്ളത്തരം ഉണ്ടോന്ന് ചോദിക്കും. എന്ത് കള്ളത്തരം? അല്ല, നിന്റെ ഈ മാർനിപ്പ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പലതും തോന്നുന്നുണ്ട്. നിന്റെ മുഖത്തെ ആ സങ്കട ഭാവമൊക്കെ ഉണ്ട്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും പ്ലാനും പദ്ധതികളും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോഴേ അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. ഈ അമ്മയൊരു വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാ, അറിയാലോ. അനാമികനെ അല്ലാതെ വേറെ ആരെയെങ്കിലും കല്യാണം കഴിക്കുന്ന മോഹം ഉണ്ടെങ്കിൽ, ഞാൻ ഒരു കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല, പിന്നെ നിനക്ക് അമ്മയില്ലെന്ന് നീ കൂട്ടിയാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ഇത് എന്തൊക്കെയാണ് അമ്മ പറയണേ, ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കാം. ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ലോ, ഇവൻ എന്നെ കൊണ്ട് പറയിച്ചല്ലേന്ന് പറയാം. ഈ സമയത്ത് വല്ലാത്ത ടെൻഷൻ അടിച്ച് നന്ദു അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുക. നന്ദുവിനാണ് അവിടെ വന്ന് നിൽക്കാനേ തോന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ നന്ദു ഓർത്തു, ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോ, ഇനിയിപ്പോൾ ഈ കല്യാണം കൂടിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് പ്രാന്താവുള്ളൂ. അവർ രണ്ടുപേരുടെയും കൂടെ വിവാഹം നടക്കുന്ന കാണാനുള്ള ത്രാണി തനിക്കില്ല. പെട്ടെന്ന് നന്ദു ഓർത്തു, വേണ്ട, ഇവിടുന്ന് പോവാ, ഇനി ഇവിടെ നിൽക്കുന്നില്ല. നന്ദു അതും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്, മനസ്സിൽ പറഞ്ഞിട്ട് ഇറങ്ങി പോവാം. ഈ സമയം നയൻ ഇത് ആരും അറിഞ്ഞിരുന്നില്ല.
നന്ദു നേരെ ചെല്ലുന്ന ക്ഷേത്രത്തിന് അങ്ങോട്ടാ. ഒരുപക്ഷെ അവിടെ പോയിരിക്കുവാണെങ്കിൽ തന്നെ മനസ്സിന് ഇച്ചിരി ശാന്തി സമാധാനം കിട്ടുമായിരിക്കും. ദൈവത്തോട് തന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മനസ്സിലെ കുറച്ച് വിഷമങ്ങളൊക്കെ മാറി കിട്ടുമല്ലോ. ആ ഒരു ഇതോട് കൂടിയിട്ടാണ് നന്ദു അങ്ങോട്ട് പോണേ. അങ്ങനെ നന്ദു അവിടെ പോയി പ്രാർത്ഥിച്ചു, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിക്കുന്ന സമയത്തല്ല നന്ദുവിടെ മനസ്സിൽ അനി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അവന് നല്ലൊരു ജീവിതം കിട്ടണം, തനിക്കോ കൊടുക്കാൻ പറ്റില്ല, ഇനി കിട്ടുന്ന ജീവിതം നല്ലതായിരിക്കണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നന്ദു ഇങ്ങനെ അവിടെ വന്ന് ഇരിക്കുവാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നന്ദുവിന്റെ അടുത്തേക്ക് പുരോഹിതൻ വരുന്നത്. അപ്പം നന്ദുവിന്റെ ഇരിപ്പും മറ്റും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിനോട് വന്നിട്ട് ചോദിച്ചു, ആഹാ ഇത് നയനമോളുടെ അനിയത്തിയല്ലേന്ന് ചോദിക്കുക. അതേന്ന് പറയാണ്. ആ എനിക്ക് അല്ല എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുക. അതെ ഞാൻ മോളെ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ സംസാരിക്കണം. എന്ത് പറ്റി മോളുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. മുഖം നോക്കി എനിക്ക് ലക്ഷണം പറയാനും പറ്റുമെന്ന് പറയാണ്. ഇത് കേട്ടിച്ചപ്പം നന്ദുവിന് അത്ഭുതമായിപ്പോയി. എന്താ ഇങ്ങനെ പറയുന്നൊരു ചിന്ത നന്ദുവിന് മനസ്സിലുണ്ട്. അതെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കൂന്ന് പറയാണ്. നടക്കൂന്നോ? അതെ, എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അതൊരിക്കലും ശാശ്വതമാകത്തില്ല. ആ കാര്യത്തോടത്ത് മോള് വിഷമിക്കണ്ട. ഒരിക്കലും ശാശ്വതമായി പോയില്ല വിവാഹം. ഇനിയിപ്പം അവനൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നന്ദുവിനോടൊപ്പം ആയിരിക്കും. അതുപോലെ തന്നെ നന്ദുവിനൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് അനിയായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടത് ഒരു നിമിഷം നന്ദു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തായി കേൾക്കണേന്നൊരു ഒന്നും മനസ്സിലാവുന്ന പോലില്ല നന്ദുവിന്. പെട്ടെന്ന് എന്താ പറഞ്ഞേ? ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞേ, നടക്കാൻ പോകുന്ന കാര്യം അതാന്ന് പറയാണ്. എന്നിട്ടിപ്പോ നന്ദു ഇതേ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ പറയലെന്ന് പറയണം. അനാവശ്യമായിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറയാം. ഉറപ്പായിട്ടും മനസ്സിൽ വിചാരിച്ച ആളെ തന്നെ കിട്ടും. ധൈര്യമായിട്ടിരുന്നു. ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അയാളോടൊപ്പം മാത്രമായിരിക്കും. ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, സന്തോഷമായിട്ടിരിക്കാൻ പറയണം. നന്ദുവിന് ചിരിക്കണോ കരയണോ എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന പോലെ നന്ദു അനി എന്താണല്ലോ ഒന്നാവും. ഒരു പക്ഷേങ്കില് ഇപ്പൊ അനാമികനെ വിവാഹം കഴിച്ചാലും അവർ രണ്ടുപേരും സെറ്റായിട്ട് മുന്നോട്ട് പോകത്തില്ല. ഒരു കാര്യത്തില് വിവാഹം കഴിക്കണം എങ്കിൽ മാത്രം ജാനകിയുടെ അഹങ്കാരം ഇച്ചിരി കുറയത്തുള്ളൂ. അനാമിക എന്താണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നും ജാനകിയും ദേവയാനിയും അവരെല്ലാരും പഠിക്കണം. മരുമോളുടെ സ്വഭാവം എന്താന്ന് അങ്ങനെ പഠിച്ചാൽ മാത്രം അവർക്ക് നല്ല 8ന്റെ പണി കിട്ടത്തുള്ളൂ. അതിനുശേഷം വേണം നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട്. അങ്ങനെ നന്ദു അനിയും ജീവിക്കണം ഒന്നായിട്ട്. അതല്ലേ എല്ലാവരുടെ ആഗ്രഹം. എന്താണല്ലോ അതുപോലെ തന്നെ നമുക്ക് സംഭവിക്കുന്നു വിചാരിക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.